നട്ട്സ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ ഒരു ഹെൽത്തി ലഡു കൊടുത്താലോ? അതാണ് ഇന്നത്തെ റെസിപ്പി. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാൻ 3/4 കപ്പ് സൺഫ്ലവർ സീഡ്സ്, 3/4 കപ്പ് ആൽമണ്ട്സ്, 3/4 കപ്പ് കാഷ്യൂനട്ടും, 3/4 കപ്പ് വാൾനട്ടും, 3/4 കപ്പ് പംകിൻ സീഡ്സ്, കുറച്ച് എള്ള് എടുക്കുന്നുണ്ട് 1/4 കപ്പ്, അതുപോലെ 1/4 കപ്പ് ഫ്ലാക്സ് സീഡും. ഫ്ലാക്സ് സീഡ് കുറച്ച് കുറയ്ക്കുന്നത് നന്നാവും, കാരണം ബോഡിക്ക് ചൂട് അധികമാവാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം കൂടി ഒരു ചട്ടിയിൽ കുറച്ച് നെയ്യിട്ട് എല്ലാം നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക. ഒരുപാട് കരിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് നെയ്യൊക്കെ എല്ലായിടത്തേക്കും എത്തി നട്ട്സൊക്കെ ഇങ്ങനെ പൊട്ടി പൊട്ടി തുടങ്ങുമ്പോൾ ഒരു നല്ലൊരു മണം വരും. അത്ര ആക്കിയാൽ മതി കേട്ടോ. പിന്നെ മാക്സിമം നെയ്യിൽ തന്നെ റോസ്റ്റ് ചെയ്യാൻ നോക്കുക, നല്ല ടേസ്റ്റ് ഉണ്ടാവും. നന്നായി റോസ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്കിനി ഇത് മാറ്റി ചൂടാറാൻ വെക്കാം. പിന്നെ ഞാനൊരു 1/4 കിലോ 250 ഗ്രാം ഡേറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. അതെല്ലാം കുരു കളഞ്ഞ് ഇതുപോലെ വെച്ചിട്ടുണ്ട്. അതും ഇതുപോലെ ഒരു പാനിലേക്ക് നെയ്യ് ചൂടാക്കി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി വെക്കുന്നുണ്ട്. നിങ്ങൾ ഡേറ്റ്സ് എടുക്കുന്നത് കുറച്ച് ഹാർഡായിട്ടുള്ളതാണെങ്കിൽ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായി സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. കുറച്ച് അധികം നേരം ഇങ്ങനെ മെൽറ്റ് ചെയ്ത് വരുമ്പോൾ പതുക്കെ ഡേറ്റ്സ് ഇങ്ങനെ ലൂസായിട്ട് വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ലഡുവിൻ്റെ കൂടെ പെട്ടെന്ന് മിക്സ് ചെയ്യാനും അതുപോലെ ജാറിൽ പെട്ടെന്ന് അരയാനും എളുപ്പമായിരിക്കും കേട്ടോ. റിഫൈൻഡ് ഷുഗറോ പ്രിസർവേറ്റീവ്സോ ഒന്നുമില്ലാത്ത ന്യൂട്രൻ റിച്ച് ആയിട്ടുള്ള ഒരു ഹെൽത്തി ലഡുവാണിത്. ഈവനിങ് സ്നാക്കായിട്ടോ കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെയോ ചെറിയ ട്രിപ്പ് പോകുമ്പോഴൊക്കെ ഇത് കഴിക്കാം കേട്ടോ. നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച് നമ്മുടെ നട്ട്സൊക്കെ ഇപ്പോൾ ചൂടാറിയിട്ട് ജാറിലേക്ക് ഇട്ട് എല്ലാം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക കേട്ടോ. കൺസിസ്റ്റൻസി എങ്ങനെ വേണം നിങ്ങൾക്ക് നോക്കാം. ഞാനിപ്പോൾ ഒരു ഫൈൻ പൗഡർ പോലെ ആക്കിയിട്ടുണ്ട്. കുറച്ച് ക്രഷ് ചെയ്താൽ മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ കുറച്ച് നട്ട്സൊക്കെ കടിക്കാൻ കിട്ടും. അതിലേക്ക് നമ്മൾ നേരത്തെ സോഫ്റ്റ് ചെയ്ത ഡേറ്റ്സും ഒന്ന് ചെറു ജാറിൽ ഒന്ന് അടിച്ചിട്ട് അതിലേക്ക് ഈ നട്ട്സിൻ്റെ പൗഡറിലേക്ക് ആഡ് ചെയ്ത് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് ഇതുപോലെ ചെറിയ ബോളുകളാക്കി വെക്കുന്നുണ്ട്. നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി നെയ്യ് ചൂടാക്കിയിട്ട് ആഡ് ചെയ്യുക കേട്ടോ. ചൂടാക്കിയിട്ട് തന്നെ ആഡ് ചെയ്യണം. അങ്ങനെ ആകുമ്പോഴാണ് നമ്മുടെ ലഡു കേട് വരാതിരിക്കുള്ളൂ. എന്നിട്ട് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്കാണ് കേട്ടോ സൂക്ഷിച്ച് വെക്കേണ്ടത്. നിങ്ങൾ കുറേ നാളത്തേക്കാണ് എടുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് വെച്ചാലും മതി. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.